വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ എന്തായാലും CBI ഒരു പുതിയ അന്വേഷണ സംഘം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിന് വിശ്വാസം അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്വന്തം അന്വേഷണ ഏജൻസിയായ വിജിലൻസിനോടാണോ വിശ്വാസം, അതോ EDയോടും CBIയോടുമാണോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രശ്നം. അപ്പൊ ആരോടാണ് കൂടുതൽ വിശ്വാസം എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷെ ഇവിടെ കൂടുതൽ വിശ്വാസം ഈ കേന്ദ്ര ഏജൻസികളോടാണ് എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. എല്ലാറ്റിനും അവസാന വാക്കല്ല CBI. കോടതി തന്നെ നിരവധി തവണ കൂട്ടിലിട്ട തപ്പിയെപ്പോലെയാണ് CBI എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നീക്കം. വേഗത്തിലുള്ള സർക്കാർ നീക്കത്തിൽ പ്രതീക്ഷയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം. പുതിയ സർക്കാർ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസാകും നവീൻ ബാബുവിന്റേത്. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM ആരോപിക്കുന്നു. രാഷ്ട്രീയ വേട്ടയ്ക്കായി കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നതാണ് അനുഭവമെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നു. CBI അന്വേഷണ ഉത്തരവ് വന്നാൽ അതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഏകപ്രതിയായ PP ദിവ്യയുടെ നീക്കമെന്നാണ് സൂചന. ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരാകരിച്ച CBI അന്വേഷണം നവീൻ ബാബു കേസിൽ സാധ്യമോ? സർക്കാരിന്റെ ശുപാർശ CBI ഏറ്റെടുക്കുമോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, മുഹമ്മദ് ഷമാസ്, കോൺഗ്രസ് പ്രതിനിധി, രാജേഷ് ചെറുപ്പാട്, ഇടത് സഹയാത്രികൻ, ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഈ കേസിൽ CBI അന്വേഷണം എത്രമാത്രം സാധ്യം എന്ന പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചേരുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഹൈക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയും ഈ ആവശ്യം നിരാകരിച്ചതെന്നതാണ്. കുടുംബം സാധ്യമായ എല്ലാ വഴികളും തേടിയിരുന്നു. ഇതിപ്പോൾ സർക്കാർ ശുപാർശ കൊണ്ട് മാത്രമേ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് CBI ആണ്. ഇതിന്റെ സാധ്യത എത്രമാത്രമാണ്? ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന 1946 ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ സെക്ഷൻ 6 അനുസരിച്ചാണ് ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളിൽ സ്റ്റേറ്റിന് കൺസെന്റ് കൊടുക്കുക എന്ന് പറയും. അതായത് എല്ലാ സ്റ്റേറ്റുകളും ഒരു ജനറൽ കൺസെന്റ്, ഞങ്ങളുടെ ഏത് കേസിലും സെൻട്രൽ ബ്യൂറോ അന്വേഷിക്കാം എന്നുള്ളൊരു കൺസെന്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ അതിന് പിന്നെ പ്രത്യേകിച്ച് ഓരോ പ്രാവശ്യവും കേസുകൾ വരുമ്പോൾ അതിൻ്റെ സമ്മതിയുടെ ആവശ്യമില്ല. നേരത്തെ കൺസെന്റ് കൊടുത്തിരുന്നതാണ്. പക്ഷേ കേരളമൊക്കെ അത് വിഡ്രോ ചെയ്തു. പല സ്റ്റേറ്റുകളും ഈ ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഏതെങ്കിലും ഒരു കേസ് CBI ഏൽപ്പിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ, സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് ഈ കേസ് CBI അന്വേഷണം ഏറ്റെടുക്കണം എന്ന് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ CBI അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് നിരസിക്കാൻ ഒരു സാധുതയില്ല, നിരസിക്കാനുള്ള ഒരു വകുപ്പില്ല. പിന്നെ ഹൈക്കോടതിയിൽ പോയത്, അതായത് സ്റ്റേറ്റ് കൺസെന്റ് കൊടുക്കാത്ത കേസുകളിൽ വിക്ടിമിന് അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്ക് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ പോയിരുന്നു നേരത്തെ. ഹൈക്കോടതി അത് ആ ഒരു സ്റ്റേജിൽ നിരസിച്ചിരുന്നു. ഹൈക്കോടതി നിരസിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിയും അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതുകൊണ്ടൊന്നും സംസ്ഥാന ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ CBI എൻക്വയറി ആവശ്യപ്പെടാനുള്ള അധികാരം ഇല്ലാതാകുന്നില്ല. അപ്പം ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ ഓർഡർ യാതൊരു രീതിയിലും സംസ്ഥാന ഗവൺമെന്റിന് ഒരു തടസ്സമേ അല്ല. സംസ്ഥാന ഗവൺമെന്റിന് ഇത് തീരുമാനിക്കുകയാണ് CBI ഇത് ഏറ്റെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ CBI അത് അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഹൈക്കോടതി സുപ്രീം കോടതി വിധികളൊന്നും അതിന് തടസ്സമല്ല. അതാണ് അതിന്റെ നിയമവശം. പിന്നെ ഇത് വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും
ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പുതുതായിട്ടൊരു കാര്യം കണ്ടെത്തുകയാണെങ്കിൽ ഏത് സ്റ്റേജിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരമുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ഏത് സ്റ്റേജിലും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ കോമൺ സെൻസ് ആയിട്ടാണെങ്കിലും ഒരു സുപ്രീം കോടതി ഒരു വിധി ഏതെങ്കിലും ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തന്ന ഒരു കേസിൽ പോലും പുതുതായിട്ടൊരു തെളിവ് വരികയോ എന്തെങ്കിലും പുതിയൊരു സാഹചര്യം ഉരുത്തിരിയുകയോ ചെയ്യണമെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ജനറലായിട്ട് ക്രിമിനൽ കേസുകളിൽ. അപ്പൊ അതും ഇവിടെ ബാധകമാണ്. കാരണം ഇന്ന് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ നവീൻ ബാബുവിന്റെ കുടുംബം വന്ന് പറഞ്ഞതിലെ ചില പുതിയ വസ്തുതകൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും ഒരു കാരണമാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് CBI അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ശരി, അപ്പോൾ സംസ്ഥാന സർക്കാർ ആ തീരുമാനമെടുത്തിരിക്കുകയാണ്. നിർണായക തീരുമാനം. നവീൻ ബാബു മരിച്ച് 1 വർഷവും 7 മാസവും പിന്നിടുമ്പോഴാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. പല തവണ കുടുംബം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിൽ ഉത്തരവായി അത് അടുത്ത ദിവസം പുറത്തിറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. അപ്പോൾ CBIക്ക് വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നതാണ് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നു, താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാജേഷ് ചിറപ്പാട്, ഒരു ഇടത് അനുഭാവമുള്ള കുടുംബമായിരുന്നു. അതിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു അവർ ആദ്യഘട്ടങ്ങളിലൊക്കെയും നിന്നത്. അവരുടെ പ്രതികരണം പോലും അത്രമാത്രം പരിമിതമായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ പോലും അവർ ആ രീതിയിൽ മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സമീപനം. ഞാൻ ഇന്നും ഈ ചർച്ചയുടെ ഭാഗമാകാൻ കുടുംബത്തിലെ പലരെയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമ ചർച്ചകൾക്കോ അങ്ങനെയുള്ള സമീപനമൊന്നും ഒരു കാലത്തും അവർ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു, പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നു. അത് അവർ ചൂണ്ടിക്കാട്ടി, അത് അധികൃതരെയാണ് ചൂണ്ടിക്കാട്ടിയത്. CBI അന്വേഷണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ആ കുടുംബത്തിനോടൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ CBI അന്വേഷണ നീക്കം പുതിയ സർക്കാർ പുറപ്പെടുവിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് ആരോപിക്കുക കൂടി ചെയ്യുന്നു. അതെന്ത് നിലപാടാണ്? കുടുംബത്തോടൊപ്പം നിന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ആ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. അവരുടെ ദുഃഖത്തിലും വേദനയിലും ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷണം ആവശ്യമുണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലയിൽ ആ കുടുംബത്തിൽ നിന്ന് പരാതികൾ ഉയർന്നു വരികയും അതിൻ്റെ ഭാഗമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടത് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വിഷയത്തിൽ പോലീസിന് വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തൃപ്തികരം. ഇതിൻ്റെ രാഷ്ട്രീയമായ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പം സഖാവ് കണ്ണൂർ ജില്ലാ CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സമന്നതനായ നേതാവ് സഖാവ് MV ജയരാജനും മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ തന്നെ അത് വളരെ കൃത്യമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അവർ സംസാരിച്ചത്. ആ കാര്യത്തിൽ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പം സഖാവ് KK രാഗേഷ് ചോദിച്ച വളരെ കൃത്യമായൊരു ചോദ്യമാണ്. വളരെ കൃത്യമാണത്. ഇവിടെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ മറ്റ് ക്രൈംബ്രാഞ്ച് പലതരത്തിലുള്ള അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ഈ അന്വേഷണ ഏജൻസികളിലൊന്നും വിശ്വാസമില്ലാതെ CBIയിലേക്ക് പോകുന്നു, കേസ് വിടുന്നു. CBI കേസ് ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിപ്പം നമുക്ക് അറിയില്ല. എനിക്കതിൻ്റെ ആഴത്തിലുള്ള നിയമവശങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഹൈക്കോടതിയും സുപ്രീം കോടതി ഇപ്പം നേരത്തെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം ഈ CBI അന്വേഷിക്കേണ്ടതില്ല, കേരളത്തിലുള്ള ഏജൻസികൾ ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം. അപ്പം ഇത് CBIയിലേക്ക് ഈ കേസ് വിടുക. അപ്പം നിലവിലുള്ള മറ്റ് ഏജൻസികളെ, കേരളത്തിൽ പോലീസ് മാത്രമല്ല പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. അപ്പം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള, അപ്പം ഇങ്ങനെയുള്ള ഏജൻസികളെ ഒന്നും വിശ്വാസമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പം അത് ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം UDF എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയമായി ഇതിനകത്ത് മുതലെടുപ്പുകളുണ്ടാക്കുക. ഇപ്പം CBIനെ ഇപ്പം EDയുടെ വരവൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ED എങ്ങനെയാണ്, എന്തിനാണ് രാജേഷ് ചിറപ്പാട് അതിലേക്കൊക്കെ ഇതിനെ വലിച്ചു കെട്ടുന്നത്? ഈ കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതവർ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നതല്ല.
അവരുടെ ഏതെങ്കിലും വൈകാരികമായ ഒരു പ്രതികരണമല്ല. അവർ 30-ലധികം വീഴ്ചകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് സംശയങ്ങളുണ്ട്, അതിൽ മറുപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അക്കാര്യങ്ങളിൽ പുനരന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നതല്ല. അല്ല, ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അല്ല, CBI അന്വേഷണം ഏത് ഏജൻസികളുണ്ട് അന്വേഷിക്കണം എന്നൊക്കെ ആർക്കും ആവശ്യപ്പെടാം. അപ്പോൾ അവർക്ക് ഈ അന്വേഷണം തൃപ്തികരമല്ലെന്നൊക്കെ പറയാം. അതിലൊന്നും നമ്മൾ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ രീതിയിൽ ഇടപെടേണ്ടി വരുന്നത്. അല്ലാതെ ആ കുടുംബത്തോടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന സഖാവ്, അല്ലെങ്കിൽ പിന്നെ PP ദിവ്യയാണ് ഇതിൻ്റെ അകത്ത് ഏക പ്രതിയായിട്ട് വരുന്നിരിക്കുന്നത്. അവരേതെങ്കിലും തരത്തിൽ ഒരു ആത്മഹത്യ പ്രേരണാ കുറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതായിട്ട് എനിക്കറിയാൻ മേല. അപ്പോൾ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് പരിധി വരെ അത് പോകും? ഒരുപക്ഷെ അത് ഗുണകരമായിട്ട് വരാനാണ് ഒരുപക്ഷെ സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഗുണകരമായിട്ട് ഒരു ഗുണകരമായിട്ട്, അതെ, PP ദിവ്യയ്ക്ക് ഗുണകരമായിട്ട് വരും താങ്കൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ലല്ലോ, ഇരവാദം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു അന്വേഷണത്തിന് ഉത്തരവ് വിടുമ്പോൾ തന്നെ എന്തിനാണ് ഈ ഭയപ്പാട് CPM-ന്? ആര് ഭയക്കുന്നു? ഭയപ്പാടിന്റെ ഭാഷയിലല്ലോ സംസാരിച്ചത്. CBI അവസാന വാക്കല്ലെന്നല്ലേ MP ജയരാജൻ പറഞ്ഞത്. CBI ഒന്നും അവസാന വാക്കല്ല. മാത്രമല്ല ED, CBI പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പിന്നെ CBI ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളല്ല എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി ഉള്ള ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആ ഒരു ആശങ്ക പങ്കുവെച്ചതാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. ഇതിന് എന്ത് ചെയ്യുന്നു? UDF-ഉം കൂട്ടി നിൽക്കുന്നു. UDF-ന് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാമല്ലോ. അതിന് ക്രൈംബ്രാഞ്ച് എന്നാ മോശമാണോ? കേരളത്തിലെ ക്രൈംബ്രാഞ്ച് മോശമാണോ? ആ കുടുംബത്തിന്റെ വികാരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അവർ ക്ഷമയോടുകൂടി കാത്തിരുന്നു. പക്ഷേ ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പല വീഴ്ചകളും. ആരുടെയാണ് ഈ വിവാദമായ പെട്രോൾ പമ്പ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ആരാണ് ആ യഥാർത്ഥ ഉടമ എന്ന കാര്യത്തിൽ? ഇല്ലല്ലോ. ഒരുപാട് സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുമില്ല. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ രേഖകൾ ഇല്ലാതാകുന്നത്? കുടുംബം ഉന്നയിക്കുന്ന മറ്റ് പല സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്, പല റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുനരന്വേഷണം പറയുമ്പോൾ പോലും PP ദിവ്യയുടെ കോൾ റെക്കോർഡ്സ് പോലും ഇല്ല എന്ന് അന്വേഷണ സംഘം പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അല്ല, ഏതായാലും PP ദിവ്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PP ദിവ്യ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വിചാരണ നേരിടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷത്തിനും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ അദ്ദേഹം അവരൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ രാജിവെക്കേണ്ടതായ ഒരു നിലയുണ്ടായി, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ആരെയും ഈ പറഞ്ഞ പോലെ ആരെയും പ്രത്യേകമായി രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയമല്ലത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ, PP ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM ആരും ഇവിടെ കൂടാലോചന നടത്തുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് അതിൻ്റേതായ വഴിക്ക് പോട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം. ഈ ED കേരളത്തിൽ വന്ന് പിന്നെ ഇപ്പോഴത്തെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകളെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി വരികയും അത് യഥാർത്ഥത്തിൽ ആരെയാണ് വേട്ടയാടുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള സീനിയറായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് വേട്ടയാടുന്നത്. അങ്ങനെ ഇത് ഒരു ചട്ടവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാണ് സംശയിക്കുന്നത്? ഇതിൻ്റെ ഇന്ത്യയിലെ ഈ നിയമ സംവിധാനങ്ങളെയും ഈ പറഞ്ഞ എല്ലാം പലതരത്തിലുള്ള ഏജൻസികളെയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ജനാധിപത്യ നമ്മുടെ ഭരണഘടനയ്ക്കും എല്ലാം വിരുദ്ധമായി നിന്നുകൊണ്ട് അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നമുക്ക് എത്ര കാലമായിട്ട് അറിയാവുന്നതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ സാധ്യത അതിൻ്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് UDF-കാർ കൂട്ടു നിൽക്കരുത്. UDF-കാർ ഇതിന് കൂട്ടു നിൽക്കുന്നു. അല്ലാതെ ആ കുടുംബത്തിൻ്റെ വേദനകളും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ അയാൾ സ്വമേധയാ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമുക്ക് അന്വേഷണം അന്വേഷിച്ചല്ലോ. ഇത്രയും കാലം ഒന്നും അന്വേഷിച്ചില്ലെന്ന് പറയാൻ പാടില്ല. ഇത്ര കാലം അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ തന്നെയല്ലേ പോയത്. ഈ പറയുന്ന ബന്ധുക്കൾ തന്നെയാണ് പോയത്. നവീൻ ബാബുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെയൊന്നും വലിച്ചഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ പറയുകയാണ്, നവീൻ ബാബുവിൻ്റെ പിന്നെ കുടുംബക്കാർ തന്നെയാണ് കോടതികളിൽ പോയത്. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും വെറുതെ പറയില്ലല്ലോ, അത് നിരീക്ഷിച്ചതിന് ശേഷമുള്ളൊരു നിലപാടാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം
എങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുക, CPIM-നെ ഇല്ലാതാക്കുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക. അതിനുവേണ്ടി പലതരത്തിലുള്ള കൂട്ടുകെട്ടും. അതിന് ഞാനിപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഈ വിഷയമായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിന് എടുക്കേണ്ടി വരുന്നത്. ശരി. ഓക്കെ, എന്തായാലും കേന്ദ്ര ഏജൻസികളെ അല്ലെങ്കിൽ അതിനെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതികൾ പോലും കൂട്ടിലടച്ച സത്ത എന്നുള്ള വിമർശനങ്ങളൊക്കെ CBI ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭയപ്പാടും ഈ ഭീഷണിയും എന്തിന് എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നു. മടിയിൽ കനമുള്ളവന് മതി വഴിയിൽ ഭയപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ളവർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നൊരു സംശയം ആർക്കും തോന്നിപ്പോകുന്നു എന്നേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇവിടെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എല്ലാവരും ആ കുടുംബത്തിനൊപ്പമാണ്. ആ കുടുംബത്തിൻ്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് CBI അന്വേഷണം എന്നത്. അങ്ങനെ ആ വികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണോ, അതിനപ്പുറം രാഷ്ട്രീയ നേട്ടങ്ങളാണോ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിന്നിൽ? ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ വിഷയം നമ്മൾ എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോഴും അത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. തുടക്കം മുതൽ തന്നെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടൊരു CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? കേരളത്തിൽ CPM ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്നു. പ്രതിസ്ഥാനത്ത് ഈ പറഞ്ഞ അന്നത്തെ CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സമുന്നതയായ CPM നേതാവുമായ PP ദീപ് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തലത്തിലും CPM ആകെ പ്രതിരോധത്തിലും പ്രതിസ്ഥാനത്തിലും നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ കുടുംബം CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത്. ഇവിടെ ഇടത് സഹയാത്രികൻ പറഞ്ഞതുപോലെ CPM-ന് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും മറക്കാനും ഒളിക്കാനും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് രക്ഷപ്പെടുത്താനില്ല എങ്കിൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കുടുംബം സുപ്രീം കോടതി വരെ പോയ സമയത്തും ഈ CBI അന്വേഷണത്തെ എതിർത്തത്? CPM എതിർക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ എതിർക്കുകയാണല്ലോ. ഗോവിന്ദ മാഷ് ചില അദ്ദേഹത്തിന്റെ ശൈലിയിലൊക്കെ പറയും, എന്ത് സർക്കാരിന്റെ തീരുമാനം എന്നത് CPM-ന്റെ തീരുമാനമല്ല, CPM-ന്റെ തീരുമാനം സർക്കാരിന്റെ തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അതുപോലെയല്ലല്ലോ. സർക്കാരിന്റെ ഒരു സമീപനമായി തന്നെ സുപ്രീം കോടതി വരെയും ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യമില്ല എന്ന് നിലപാടെടുത്തിട്ടുള്ള CPM ഈ ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകൾ നീക്കണം, CBI അന്വേഷണം വേണമെന്ന് ആ ഭാര്യയും 2 മക്കളും ഉൾക്കൊള്ളുന്ന ആ കുടുംബം ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും ആദ്യം വന്ന പ്രതികരണം എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററേതാണ്. എന്ത് CBI, എന്തിന് CBI എന്ന് പറഞ്ഞ് ഇവരെന്തിനാണ് ഈ പറഞ്ഞ മറ്റൊരു ഏജൻസി അന്ന് ഭയപ്പെട്ടത്? സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലാത്ത, സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലല്ലാത്ത ഒരു ഏജൻസിയെ എന്തിനാണ് CPM-ഉം സർക്കാരും അന്ന് ഭയപ്പെട്ടത്? ഇവിടെ ഇടത് സഹയാത്ര സൂചിപ്പിച്ച ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ദിവ്യയെ രക്ഷിക്കാനല്ല CPM-ഉം ഈ പറഞ്ഞ സർക്കാരുമൊന്നും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. ഞാനത് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുന്നു. അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, ഇന്ന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 1ാം പ്രതിയായി നിൽക്കുന്ന PP ദിവ്യ എന്ന CPM നേതാവിനെ രക്ഷിക്കുക എന്നുള്ളതല്ല ഇവരുടെ യഥാർത്ഥ പ്രശ്നം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളോടൊപ്പം ആ മരണം അന്വേഷിച്ചാൽ, ആ മരണത്തിന്റെ പിന്നാലെയുള്ള ഇടപാടുകളിലേക്ക് പോയാൽ, അതിന്റെ പശ്ചാത്തല സാഹചര്യങ്ങളിലേക്ക് അന്വേഷണം എത്തിയാൽ, അത് പല ഉന്നതരായ CPM നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും എത്തുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ അന്വേഷണം തടയിടാൻ CPM നേതാക്കളും സർക്കാരും മാധ്യമങ്ങളും ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം. അത് സാക്ഷാൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ അതിനകത്ത് പ്രതിക്കൂട്ടിലേക്കോ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ബോധ്യം കൂടെയുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തിനാ ഗോവിന്ദ മാഷ് ഈ പറഞ്ഞ ചാടിക്കേറി ആവേശത്തോട് പ്രതികരിച്ചതും, ശ്യാമല ടീച്ചർ PP ദിവ്യയെ കാണാൻ ആശ്വസിപ്പിക്കാൻ ജയിലിൽ പോയതും, ഈ കഥയൊക്കെ ഇതിന്റെ അണിയറ കഥകളും ഇതിന്റെ നിഗൂഢമായ പല രഹസ്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. കേവലം ഒരു PP ദിവ്യയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, ഒരു പ്രശാന്തനിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല.
അതിനപ്പുറത്തേക്ക് ചില പേരുകളും ചില ബന്ധപ്പെട്ട കുടുംബങ്ങളും ഇതിനകത്ത് പുറത്തു വരാനുണ്ട്. ആ ബോധ്യം കൃത്യമായി സർക്കാരിനും CPM-നും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് CPM ഈ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ മതി, ഇതിനപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. മറ്റു കാര്യങ്ങളുണ്ടല്ലോ രേണുക, ഇവിടെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം കോടതിയെ സമീപിച്ചു. അവിടെയും പ്രോസിക്യൂഷൻ അന്നത്തെ സർക്കാരിന്റെ നിലപാടനുസരിച്ച് ശക്തിയുക്തം അതിനെ എതിർത്തു. ഒരു തരത്തിലും തുടരന്വേഷണത്തിന് ആവശ്യമില്ല, എല്ലാ ഘട്ടങ്ങളും അന്വേഷിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒടുവിൽ കോടതിക്ക് തന്നെ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ തുടരന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്താ അതിനകത്തുള്ള റിപ്പോർട്ടിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്? നേരത്തെ ഇതേ പോലീസ് അന്വേഷിച്ചിരുന്ന കൂടുതൽ സാക്ഷികൾ അതിനകത്ത് വന്നിരിക്കുന്നു. ഈ പറയപ്പെട്ട PPD ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടുതൽ ഫോൺ വിശദാംശങ്ങൾ ഈ കേസിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നേരത്തെ സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ച് ഈ പറഞ്ഞ CPM-ന്റെ നിർദ്ദേശം അനുസരിച്ച് അന്വേഷിച്ച് അവിടെ മണ്ണിട്ട് മൂടിയ പല സത്യങ്ങളും പുറത്തു വരാനിരിക്കുന്നു എന്ന കൃത്യമായ തിരിച്ചറിവ് ഈ ഘട്ടത്തിലും CPM-നുണ്ട്. അതുകൊണ്ടാണല്ലോ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് സുപ്രീം കോടതിയിലും വലുതാണോ VD സതീശൻ എന്ന് ചോദിച്ച് ഇപ്പൊ തന്നെ ഇതിന് പ്രതിരോധം തീർക്കുന്നത്. നാളെ ഈ പറഞ്ഞ പോലെ ഇവര് പറയും എന്താണ്, ഇതാ ഞങ്ങളെ CBI കാണിച്ച് വേട്ടയാടുകയാണ്, ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്, ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നാളെ CBI-കാരൻ വരുമ്പോ അല്ലെങ്കിൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോ അവരുടെ കാർ ഇടിച്ച് തകർത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം ചെയ്യുകയും ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് പല ഉന്നത നേതാക്കന്മാർ മറുപടി പറയേണ്ടി വരുമ്പോ അവരെ വഴിയിൽ തടഞ്ഞ് അവരുടെ കാറിന് നേരെ ചീമുട്ട എറിഞ്ഞാലൊക്കെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPM-ന്റെ പങ്ക്. അത് കൃത്യമായി എത്ര കാലം കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ആ പ്രിയപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യയുടെ 2 പെൺമക്കളുടെ ഒക്കെ ക്ഷമയെ കൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിൽ ഈ പറഞ്ഞ ഇത്രയും നീതി തങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ പുറത്തു വരുന്നതിന് വേണ്ടി തന്നെയാണ് വളരെ ഇച്ഛാശക്തിയോടുകൂടി ഈ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ശരി, അപ്പോൾ അതാണ് അന്വേഷണത്തിന് പിന്നിലെ കാരണങ്ങൾ എന്നതാണ് കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീജിത്ത് പണിക്കർ, നോക്കൂ, ഒരു CPM കുടുംബമായിരുന്നു. പക്ഷേ അവർക്ക് ഉണ്ടായ ഈ ദാരുണമായിട്ടുള്ള അനുഭവത്തിൽ ഒരു അനുതാപപൂർണമായ സമീപനവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതവർ പലകുറി പരാതിയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അതിന് പിന്നാലെ തീരുമാനമുണ്ടാവുകയാണ്. നാളെ അത് ഔദ്യോഗിക വിജ്ഞാപനമായി പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പമ്പിന്റെ ഉടമ ആര്, എന്താണ് ഈ ഇടപാടുകൾ, ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ടോ തുടങ്ങി നിരവധി സംശയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പോലും ഉണ്ടായിട്ടുള്ളൊരു കേസാണ്. അങ്ങനെയുള്ള മറനീക്കിയുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ അതിനപ്പുറം ഒരു രാഷ്ട്രീയ പകപോക്കലുകളാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? രേണു, ഞാൻ കരുതുന്നത് ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടുന്ന എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. നമ്മളൊക്കെ ആദ്യം മുതൽ തന്നെ അതിനു വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ CBI-ക്ക് വിടാനുള്ള UDF സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് 100% സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ശ്രീ രാജേഷ് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായി CPM-നെ തകർക്കാനായിട്ട് ഈ അന്വേഷണം CBI-ക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നു എന്നാണ്. ഈ കേസ് CBI അന്വേഷിച്ചാൽ CPM തകരുമെന്നൊക്കെ അദ്ദേഹം ഈ ഘട്ടത്തിൽ തന്നെ കരുതുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആവാം CPM-ന്റെ വലുതും ചെറുതുമായിട്ടുള്ള നേതാക്കളെല്ലാം ഈ CBI എൻക്വയറിയെ ഭയപ്പെടുന്നത്. എന്തിനാണ് ഇതിനെ ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്വേഷണം പൂർണ്ണമായും നീതിപൂർവമായിരുന്നുവെങ്കിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ടെങ്കിൽ CBI അല്ല മറ്റാര് വേണമെങ്കിലും വന്ന് അന്വേഷിക്കട്ടെ എന്നുള്ളൊരു നിലപാട് വേണമായിരുന്നു അവർ സ്വീകരിക്കാൻ. ഇത് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും തന്നെ പ്രാഥമികമായിട്ട് ആശ്രയിക്കുന്നത് നേരത്തെ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ CBI അന്വേഷണം വേണം എന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തിനെ തള്ളിയതിനെ മുൻനിർത്തിയാണ്. സത്യത്തിൽ ആ ഘട്ടങ്ങളിൽ ഈ കോടതികളെല്ലാം പറഞ്ഞിരുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പരാതിക്കാരിയായിട്ടുള്ള ശ്രീമതി മഞ്ജുഷയുടെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങൾ, സംശയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ CBI-ക്ക് അന്വേഷണം വിടാൻ കഴിയില്ല എന്നും അവരുടെ പരാതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്നുമാണ്.
നമ്മളിവിടെ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങളെല്ലാം കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരിഗണിച്ചത് കഴിഞ്ഞ വർഷം 2025 ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ സംശയങ്ങൾ വളരെ വസ്തുതാപരമായിട്ട് ഇവരെ കോടതിയെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ വർഷം മാർച്ചിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട 4 സുപ്രധാന പോയിന്റുകളിൽ തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തിലെ മെറ്റീരിയൽ ഫ്ലോസ് എന്തൊക്കെയാണ് എന്ന് ആ കുടുംബം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നേരത്തെ ഇതിനെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആവശ്യം, CBI അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം എന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നേരത്തെ ഇവർ പരിശോധിക്കുന്ന സമയത്ത് PP ദിവ്യയുടെ സ്വകാര്യമായിട്ടുള്ള ഫോൺ മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത്. അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണ്, അതിന്റെ മെസ്സേജ്, അതിന്റെ കോൾ റെക്കോർഡ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ല എന്നുള്ളത് കോടതി ഇവിടെ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട്. 2, ഈ പമ്പിന്റെ ഉടമയായിട്ട് അപേക്ഷ നൽകിയിരിക്കുന്ന TV പ്രശാന്തൻ, അദ്ദേഹം 1 ലക്ഷം രൂപ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലെയിം പൂർണ്ണമായിട്ട് വെരിഫൈ ചെയ്യണം. അതിന്റെ സോഴ്സ് എവിടെയാണ്, എപ്പോൾ കൊടുത്തു, എങ്ങനെ കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം എന്ന് കോടതി പറയുന്നു. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത് നേരത്തെ തന്നെ വെളിവാകുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുടുംബം ഇപ്പൊ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നുണ്ട്. അടുത്തത്, ഈ TV പ്രശാന്തനും നവീൻ ബാബുവും തമ്മിൽ ഈ പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉൾപ്പെടെയുള്ള കളക്ട് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് നേരത്തെ വിജിലൻസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ഇദ്ദേഹത്തിനെതിരെ എന്ന് പറഞ്ഞിരുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ്, എന്ത് തരത്തിലുള്ള തെളിവ് ശേഖരണമാണ്, എന്ത് തരത്തിലുള്ള നടപടിയാണ് വിജിലൻസ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകണം, അതിനെപ്പറ്റി തുടരന്വേഷണം ഉണ്ടാകണം എന്ന് കോടതി പറയുന്നത്. അപ്പോൾ നേരത്തെയുള്ള ഒരു ഘട്ടത്തിൽ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഏതാണ്ട് 1.5 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.25 വർഷം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്ന് കുടുംബം പറഞ്ഞിരുന്നപ്പോൾ അവരുടെ പെറ്റീഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സിംഗ് എന്ന് കോടതികൾ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അത് കോടതിയെ അത് ബോധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് 13 പോയിന്റുകളാണ് അവർ സബ്മിറ്റ് ചെയ്തിരുന്നത് എങ്കിൽ പോലും അതിലെ 4 പോയിന്റുകളുടെ പേരിൽ തുടരന്വേഷണം വേണം എന്ന് കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്ന വാദങ്ങളൊന്നും തന്നെ ഇപ്പോൾ മുൻനിർത്തി പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു കേസിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു മരണം നടന്നിരിക്കുന്ന ഒരു കേസിൽ ഈ കുടുംബം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ശ്രീ പിണറായി വിജയൻ തന്നെ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മാതൃക കാണിച്ചിട്ടുണ്ട്. അതായത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്നൊരു യുവാവ് അവിടെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായിട്ട് അദ്ദേഹം മരണപ്പെടുമ്പോൾ അത് മരണമാണ്, കൊലപാതകമാണ് തുടങ്ങിയ പല വാദങ്ങൾ വരുന്ന സമയത്ത് അതിലിവിടെ പോലീസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനെ സമീപിച്ചിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞത്. തന്റെ പോലീസ് സംവിധാനം നടത്തുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു തരത്തിലുള്ള അതൃപ്തിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ അന്വേഷണം പക്ഷേ CBIക്ക് വിട്ടു. CBIക്ക് വിടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരള പോലീസിന്റെ ഈ വിഷയത്തിലെ അന്വേഷണം കുറ്റമറ്റതും നീതിപൂർവകവുമാണ്. മുഴുവൻ പ്രതികളെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ തൃപ്തി എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആവശ്യത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിക്ക് ഇതിനെ കൊടുക്കുന്നത്, ഈ ഒരു കേസിനെ കൈമാറുന്നത് എന്നാണ്, കുടുംബത്തിന്റെ വികാരം മാനിച്ച് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തോന്നുന്ന വിഷയങ്ങളിൽ മാത്രം ഈ കുടുംബത്തിന്റെ വികാരത്തിനെ പരിഗണിക്കുകയും മറ്റു വിഷയങ്ങളിൽ കുടുംബത്തിന്റെ വികാരത്തിനെ മുഖ്യമന്ത്രി പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ സിദ്ധാർത്ഥൻ കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന കുടുംബത്തിന്റെ വികാരം മാനിച്ച് ഈ കേസിനെ CBIക്ക് വിടുക എന്നുള്ള അതേ നടപടി തന്നെയാണ് ഇത്തവണ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നവീൻ ബാബുവിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് എന്നങ്ങ് കരുതി കഴിഞ്ഞാൽ പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ CPM-നെ തകർക്കാനാണെന്നോ ഒക്കെയുള്ള വാദത്തിന് പിന്നെ എവിടെയാണ് നിലനിൽപ്പ്? ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി രേണു മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ACP TK രത്നകുമാർ, അദ്ദേഹം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിന്നയാളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് മത്സരിച്ചു, കൗൺസിലറായിട്ട് CPM ടിക്കറ്റിൽ മത്സരിച്ചു, ജയിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കേസാണിതെന്നതിനെ കുറിച്ച് നമുക്കറിയാം. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നറിയാം. ആ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായി നിന്നിരുന്ന ഒരു വ്യക്തി റിട്ടയർ ചെയ്തിട്ട് ഉടനെ തന്നെ പാർട്ടിയുടെ ആളായിട്ട് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പൊ അന്വേഷണം നീതിപൂർവകമല്ല എന്ന് കുടുംബമോ മറ്റാരെങ്കിലുമോ സംശയിച്ചു കഴിഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിച്ച്
അവരുടെ ആവശ്യത്തിനെ ചവിട്ടി തേക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അന്വേഷണം CBIക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെ പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യും. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഇപ്പോൾ നാളെ പ്രോസിക്യൂഷൻ ഈ അന്വേഷണ റിപ്പോർട്ട് ഇടയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം അതിൽ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. നാളെ ഇനി അത് പരിഗണിക്കും ജൂൺ 1 എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ CBI അന്വേഷണം നീക്കം, അതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ കേസ് അനന്തമാക്കി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ഇതിനോടകം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഈ ആവശ്യങ്ങൾ പോവുകയും അതൊക്കെ പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? ഇപ്പോഴത്തെ അന്വേഷണം ഏത് നിലയിൽ എന്നത് ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ ബാധിക്കുന്നതാണോ? ഈ അന്വേഷണം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം CBI ഈ കേസ് ഏറ്റെടുത്താൽ ഉണ്ടാകുമോ? പ്രതിഭാഗത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു നീക്കം ഔദ്യോഗികമായി വിജ്ഞാപനമായി പുറത്തു വന്നാൽ അതിനെതിരെ കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം നീക്കം നടത്തുന്നു എന്ന ചില കാര്യങ്ങളുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരാകരിച്ചതാണ് ഈ ആവശ്യം എന്നതുൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള നിയമ പോരാട്ടങ്ങളുടെ സാധുത എത്രമാത്രമാണ്? ആർക്കും കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷേ ഒരു അന്വേഷണത്തിന്റെ സ്റ്റേജിൽ നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഒരു സുതാര്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ആർക്കാണ് പേടിക്കേണ്ടത്? ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ എപ്പോഴും അവസരങ്ങളുണ്ടല്ലോ. കോടതിയിൽ ഒരു ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ പോലും അത് കുറ്റം ചെയ്തെന്നുള്ളതിന് തെളിവാകുന്നില്ല. ഒരു കോടതി ഒരാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നത് വരെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ നിരപരാധികളാണ്. അപ്പോൾ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യുക എന്നതിലുപരി ഈ അന്വേഷണം ഇന്ന ഏജൻസിയെ കൊണ്ട് നടപ്പാക്കണം, അല്ലെങ്കിൽ ഇന്ന ഏജൻസി തന്നെ ഇത് നടത്തണം എന്നാവശ്യപ്പെടാൻ ഒരു പ്രതിക്ക് യാതൊരു അവകാശവുമില്ല. പ്രതിഭാഗത്ത് നിൽക്കുന്നവർക്ക് അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ള ബാധ്യതയാണുള്ളത്. പിന്നെ CBIയെ പറ്റി സുപ്രീം കോടതി നേരത്തെ പരാമർശിച്ച ചില കാര്യങ്ങൾ അത് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ കീഴിൽ, അത് പൊതുജന സേവകരെ നടത്തുന്ന കറപ്ഷന്റെ കാര്യത്തിൽ അവരെ തന്നെ അവരുടെ കീഴിലിരിക്കുന്ന, അതായത് ആ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി സെൻട്രൽ ഗവൺമെന്റിലെ തന്നെ വളരെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെയൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ വേണ്ട രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് അന്ന് ചീഫ് ജസ്റ്റിസ് RM ലോധ ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. അതും ഈ ഒരു കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു കേസിൽ CBI പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുമെന്ന യാതൊരു ന്യായവുമില്ല വിശ്വസിക്കാൻ. കാരണം അത് മാത്രമല്ല, ഇതില് CPM എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് പ്രതിരോധത്തിലാകുന്നത്? ഇത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പങ്ക് തെളിയിക്കപ്പെടുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം സംശയത്തിന്റെ നിഴലിൽ ആരെങ്കിലും നിൽക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നിരപരാധിത്വം തെളിയിക്കാൻ ഏത് അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാലും അതിന് മുമ്പിൽ തെളിവുകൾ സമർപ്പിക്കുന്നു, അതിലെ അന്വേഷണം പക്ഷപാതപരമല്ല എന്ന് പ്രസ്യൂം ചെയ്യേണ്ടതുണ്ട്. അതല്ല എവിടെയെങ്കിലും പാളിച്ചകൾ വരികയാണെങ്കിൽ ആ സമയത്ത് കോടതി പോയിട്ട് പറയാവുന്നതാണ്. ഏത് സമയത്തും കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ അവിടെ എന്തെങ്കിലും ന്യായരഹിതമായിട്ടുള്ള, അതായത് പിന്നെ നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലാതെയോ ഏതെങ്കിലും നിയമത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ടൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ കോടതിയിൽ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ പ്രതികൾക്ക് മുന്നിലുള്ളൂ. പിന്നെ കോടതികളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ ചെന്നിട്ട് സുപ്രീം കോടതി വരെ പോയി CBI അന്വേഷണം എന്ന ആവശ്യത്തെ നിരാകരിച്ചു. ഇപ്പോൾ അതുകൊണ്ട് ഇത് നടത്തരുതെന്ന് പറയുന്നതിന് യാതൊരു നിയമസാധുതയുമില്ല. കാരണം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരു അന്വേഷണ ഏജൻസിയോട് CBIയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ കോടതികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കോടതിക്ക് ഗവൺമെന്റിന്റെ അങ്ങനെയുള്ള അധികാരത്തിൽ കൈകടത്താനുള്ള അവകാശമില്ല. ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്റെ ഒരു സംശയം അക്കാര്യത്തിൽ, ഇപ്പോ PP ദിവ്യയാണ് ഏക പ്രതി. PP ദിവ്യ കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി വരെ നിരാകരിച്ച ആവശ്യമാണ്. അവിടെ ഇപ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേ അല്ലെങ്കിൽ CBIക്ക് ആ ഒരു കാര്യത്തിൽ തീർപ്പുണ്ടായതിനു ശേഷം മാത്രമേ ഈ കേസന്വേഷണം ഏറ്റെടുക്കുകയോ തുടങ്ങുകയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ? ഇതുവരെ അങ്ങനെ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് CBI അന്വേഷണം ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതികൾ സാധാരണഗതിയിൽ ഇടപെടാറില്ല. ഇടപെട്ടാൽ സുപ്രീം കോടതി പോയത് തിരുത്തപ്പെടാറുണ്ട്. അത് മാത്രമല്ല, ഏക പ്രതി എന്നൊക്കെ പറയുന്ന അന്വേഷണം പൂർണ്ണമായി നടന്നു കഴിയുമ്പോൾ പുതിയ തെളിവുകൾ വരികയാണെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു അന്വേഷണം, നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് തെളിയിക്കാവുന്നതാണ്. നിഷ്പക്ഷമായ അന്വേഷണത്തിൽ പുതിയ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ചിലര് കൂടുതലായിട്ട് ആളുകളെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നേക്കാം. സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഒരു സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യന് മരണത്തെക്കാളും ഭീതിതമാണ് ഒരു റെപ്യൂട്ടേഷൻ പോകുക എന്നുള്ളത്. അപ്പം മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒരു റിട്ടയർ ചെയ്ത് സന്തോഷമായിട്ട് വീട്ടിലേക്ക് വരേണ്ട ഒരു നവീൻ ബാബുവിന് അദ്ദേഹത്തിന്റെ മകള് തന്നെ ഈ ഡെഡ് ബോഡി ചുമക്കുന്ന ഒരു അവസ്ഥ കേരളം മുഴുവൻ വളരെ സങ്കടത്തോടെ കണ്ട ഒരു കാഴ്ചയാണ്. അതിനൊരു പരിഹാരം വേണ്ടേ? ഇവരുടെ ദുഃഖത്തിന് ഒരു പരിഹാരം വേണ്ടേ? അവർക്ക് നിഷ്പക്ഷമെന്ന് തോന്നുന്ന ഒരു അന്വേഷണ ഏജൻസി. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇത് പരിശോധിക്കുമ്പോഴും കോടതികൾ ഇപ്പോൾ നേരത്തെ തലശ്ശേരി കോടതിയുടെ ഓർഡർ ഞാൻ കണ്ടില്ല, അത് ശ്രീജിത്ത് പണിക്കർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആണെങ്കിൽ കോടതികൾക്ക് പോലും ചില കാര്യങ്ങളിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പുതുതായിട്ടൊരു അന്വേഷണ ഏജൻസി വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ എതിർക്കാൻ എന്താണ് സാധ്യതയുള്ളത്? അതിൽ എതിർക്കാൻ നിയമപരമായിട്ട് യാതൊരു കാരണങ്ങളുമില്ല. കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി നേരത്തെ ഉണ്ടായിരുന്ന വിധിയുടെ പുറത്ത് ഗവൺമെന്റിനുള്ള അധികാരത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഗവൺമെന്റ് CBIക്ക് വിടുകയാണെങ്കിൽ CBI അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പൊ അതുകൊണ്ട് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. യഥാർത്ഥ പ്രതികളെ മാത്രം പിടിക്കുക. അത് സംശയത്തിന്റെ നിഴൽ നിൽക്കുന്നവർക്ക് ഒരു കണക്കിന് നല്ലത് കൂടിയാണ്. ശ്രീ PP ദിവ്യയെ പോലുള്ളവര് കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് തെളിയിക്കാൻ ഒരു അവസരം കൂടി കിട്ടുകയാണ്. അപ്പൊ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ, എവിടെയാണ് അവരുടെ പങ്ക്, അല്ലെങ്കിൽ എവിടം വരെയാണ് ഇതൊരു ആത്മഹത്യ തന്നെയാണോ, ആണെങ്കിൽ അതിലേക്ക് തള്ളിവിട്ടതിൽ ആർക്കാണ് പങ്കുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ സംശയത്തിൽ നിലനിൽക്കുന്ന പലരും അത് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും CBI അന്വേഷണം പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, അതിൽ നിയമപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ശരി, ശ്രീ രാജേഷ്, നോക്കൂ, ഇവിടിപ്പോ ഒരു ഇടത് അനുഭാവമുള്ള കുടുംബമായിരുന്നു, CPM അനുഭാവികളുടെ കുടുംബമായിരുന്നു. അവർ നീതിക്ക് വേണ്ടി എത്രമാത്രം കാത്തിരിപ്പ് നടത്തി. പക്ഷേ അവരെ സുപ്രീം കോടതിയിൽ വരെ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടു പോയപ്പോൾ സർക്കാർ കേസ് നടത്തി അവരുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽപ്പുണ്ട്. പ്രശാന്തൻ ഒരു പരാതി നൽകിയെന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയെന്ന് പറയുമ്പോൾ ആ പരാതി നൽകിയതിന്റെ തെളിവ് എവിടെ എന്നൊരു ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെട്രോൾ പമ്പ് നടത്താൻ പോകുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന ചോദ്യങ്ങളൊക്കെ CPMന്റെ ഉന്നത നേതാക്കളിലേക്ക് സംശയത്തിന്റെ മുന നീട്ടുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പുകമറ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട്. അവിടെയാണ് CBI അന്വേഷണം വരാൻ പോകുന്നത്. CPM നേതാക്കൾ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വിരമിച്ചതിന് തൊട്ടു പിന്നാലെ അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായി വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം കോടതിയിൽ പോലും ഈ കുടുംബം ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അത്രമാത്രം നീതിരഹിതമായാണ് ആ കുടുംബത്തോട് ഇടപെട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ സംശയം ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ശരി, ആ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതല്ലേ നല്ലത്? ഇതിൻ്റെയും കൂടിയൊക്കെ ഫലമാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് 35 സീറ്റുമായി. അങ്ങനെ ഒരു ബോധ്യം ഈ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പോലും ഉണ്ടാകേണ്ടതല്ലേ? ഇതിനകത്ത് നമുക്കിവിടെ നിന്ന് വ്യാഖ്യാനിക്കാനും ചില നറേറ്റീവുകൾ ഉണ്ടാക്കാനും മാത്രമേ കഴിയുള്ളൂ. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ 2 നിലപാടെടുക്കുന്നത്. അതായത് ഇതിനെ വിമർശിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രത്നാകരൻ ഇപ്പം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇന്ത്യൻ പൗരൻ വോട്ടർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്കറിയത്തില്ല. നിയമപരമായി ഒരു തടസ്സമില്ലല്ലോ. അപ്പം പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാമല്ലോ. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ മറ്റ് കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള പിന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇത് 2 ഇരട്ട പിന്നെ ന്യായങ്ങൾ വെക്കുകയാണ്. നടത്തിയ ഈ അന്വേഷണത്തിൽ ചിലതല്ല നിരവധി സംശയങ്ങൾ അവശേഷിക്കുകയും അദ്ദേഹത്തിന് ഒരു പോരായ്മകൾ അവശേഷിക്കുകയും ചെയ്യുന്നു. പിന്നാലെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സംശയം ഉണ്ടാകും. സംശയിക്കുന്നതിന്റെ കുഴപ്പമല്ല ഞാൻ ഈ പറയുന്നത്. സംശയിക്കൽ ഇപ്പോൾ ആർക്കും സംശയിക്കാം. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ സംശയിക്കുന്നു, എല്ലാവരും സംശയിക്കുന്നു, ആ കുടുംബത്തിലുള്ള ആളുകൾ സംശയിക്കുന്നു, പല ആളുകളും സംശയിക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള വോട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള ഒരു നില ഇല്ലാതെ പോകേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള അവകാശം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനെ ഇതുമായിട്ട് കൂട്ടി വായിക്കുക. അപ്പോൾ നമുക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കുക.
ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തെല്ലാം പറഞ്ഞു വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം അഡ്വക്കേറ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിയമ വ്യവസ്ഥ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ നിഷ്കളങ്കമായി ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല, വളരെ നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു പിൻബലത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ സമീപിക്കാൻ കഴിയില്ല. പലതരത്തിലുള്ള അപ്പം നിയമ സംവിധാനങ്ങളെയും ആ രീതിയിലല്ല കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില കാഴ്ചകളുണ്ട്. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ സംബന്ധിച്ചും അതിൻ്റെ അധീശത്വത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് ഭരണഘടന എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് സൂക്ഷ്മത്തിലും സൂക്ഷ്മമായും സ്ഥൂലമായും പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയങ്ങളെയും. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് CBI അന്വേഷണം വരുമ്പോൾ ED വരുമ്പോൾ അയ്യോ ഞങ്ങളങ്ങ് പേടിക്കുകയാണ്, ഞങ്ങൾ പേടിക്കുന്നതല്ല, നമ്മളതിനെ വിമർശനാത്മകമായി കാണുന്നു എന്നുള്ളതാണ്, അതിൻ്റെ വർഗ്ഗപരമായ നിലപാടുകളെ സംബന്ധിച്ച് കാണുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇത് അന്വേഷണം വരുമ്പോഴത്തേനും പേടിച്ച് പോകേണ്ട കാര്യം എന്താണ്? ആ അന്വേഷണം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ED വന്നു, CBI വരുന്നു. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തിരുവനന്തപുരത്തെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. സമരങ്ങൾ ഉണ്ടാകും, സമരങ്ങൾ തെരുവുകളിലാണ് ഉണ്ടാവുക വലിയ തരത്തിൽ. കമ്മ്യൂണിസ്റ്റ് അത് ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഉന്നം വെക്കുന്നത്, അല്ലേ? പാർട്ടിയുടെ ഉൾപാർട്ടി ചർച്ചകളിലൊക്കെ ഉയരുന്ന വിമർശനം എന്താണെന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തായാലും ഇടത് സഹയാത്രികരായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വീണ തൈക്കണ്ടിയിൽക്കെതിരാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല, പിണറായി വിജയനെതിരെയാണെങ്കിൽ വേണമെങ്കിൽ നോക്കാന്നാണ് പറയുന്നത്. രണ്ട് ഈ കാര്യം പറയരുത്. ഒരു വീണ തൈക്കണ്ടി എവിടെയോ കിടക്കുന്ന ഒരു വീണ തൈക്കണ്ടിയാണ് നിങ്ങൾ ഈ ഫ്ലോറുകൾ ഇതിനു വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുകയോ ഇല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് അങ്ങനെ പറയരുത്. കാര്യങ്ങൾ പറയരുത്, ഒരേ സമയം രണ്ട് കാര്യങ്ങൾ പറയരുത്. അതല്ല നമ്മുടെ വിഷയം ഇതായതുകൊണ്ട്. അതുകൊണ്ട് CBI വന്നതുകൊണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് പേടിക്കുന്നൊന്നും വിചാരിക്കേണ്ട. അതിനെ വിമർശനാത്മകമായി അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ഇനി അത് വരട്ടെ, CBI വരട്ടെ, വന്നില്ലല്ലോ, വരട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ. അന്നേരം അതുമായി ബന്ധപ്പെട്ട് നിയമപരമായും രാഷ്ട്രീയപരമായിട്ട് നേരിടേണ്ട രീതിയിൽ ആ സന്ദർഭത്തിൽ നേരിടും. അല്ലാതെ ഇതിപ്പം ഏതെങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തകരാൻ പോവുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേടിച്ച് വിറച്ച് CBIയുടെ മുന്നിൽ പേടിച്ച് വിറയ്ക്കൊന്നുമില്ല. അത് സ്വാഗതം ചെയ്യുന്നു, വരട്ടെ, വന്നു കഴിഞ്ഞു. പക്ഷേ അതിനൊരു വിമർശനമുണ്ട്, അതിൻ്റെ ഒരു വിമർശന പോയിന്റ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ശരി. ഇടത് സഹയാത്രികനായ രാജേഷ് ചിറപ്പാട് എന്തായാലും സ്വാഗതം ചെയ്യുന്നു എന്നൊരു പരാമർശം ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഞാൻ കേട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമാണ്, കൂട്ടിലടച്ച തത്തയെ കൊണ്ടുവരുന്നു, അത് രാഷ്ട്രീയ വേട്ടയ്ക്കാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് നീതിപൂർവ്വമായിരിക്കണേ എന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഞാൻ കേട്ട പ്രതികരണങ്ങളിലുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനെ വളരെ വിമർശനാത്മകമായി കാണുന്നു, ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുന്നു. അതാണ് പറഞ്ഞത്. ശരി. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇവിടെ ഇപ്പോൾ ഈ കുടുംബത്തിന് തന്നെ നിരവധിയായിട്ടുള്ള സംശയങ്ങളുണ്ട്. അത് അവർ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെയും ഇതിനു മുമ്പ് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിലുള്ള വീഴ്ചകളും ആ കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരുടേതാണ് ഈ പെട്രോൾ പമ്പ്? ഈ TV പ്രശാന്തൻ ഒരു ബെനാമിയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരുടെ ബെനാമിയാണ്? ഇയാൾ ഈ പണം നൽകി എന്ന് പറയുന്നുണ്ട്. 98,500 രൂപ കൈക്കൂലി നൽകി എന്നതാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ രാജേഷ് പറഞ്ഞു ഈ അന്വേഷണം നടക്കുന്നത് നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ ഈ കൈക്കൂലി നൽകിയത് പുറത്തു വരുമല്ലോ എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണമായിരിക്കുമോ CBI ഇതുമായി ബന്ധപ്പെട്ട് നടത്തുക? അതിനുള്ള അരങ്ങാണ് ഉണരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ അത് ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന കാര്യത്തിലൊക്കെ ഉള്ള ആശങ്കകളും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശങ്കകൾ തന്നെയാണ് ഇപ്പോഴും ഈ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാതിരിക്കാൻ CPM ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് മറ്റേതെങ്കിലും ഇപ്പൊ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ CBI അന്വേഷണം വരുമ്പോൾ നമുക്ക് ഇവരുടെ വാദത്തെ ഒരു പരിധി വരെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ അതിന്റെ പ്രതിസ്ഥാനത്ത് വരുമ്പോ രാഷ്ട്രീയമായി അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ CPM-നെ ആ രീതിയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ചില അജണ്ടകളുടെയൊക്കെ നടപ്പിലാക്കപ്പെടും. അങ്ങനെയൊക്കെയുള്ള ചില
സംശയങ്ങൾ പ്രകടിപ്പിച്ചാൽ അത് മനസ്സിലാക്കാം. പക്ഷെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് CPM പ്രതിക്കൂട്ടിലാകുന്നത്? ഏതെങ്കിലും തരത്തിൽ CPM നേതാക്കളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഒരു മരണം സംഭവിക്കുന്നു, അത് ആത്മഹത്യയാണെന്നും ഈ പറഞ്ഞ കുടുംബത്തിനുൾപ്പെടെ കൊലപാതകമാണെന്നുള്ള ഉൾപ്പെടെയുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി, അതിന്റെ പിന്നിലുള്ള ദുരൂഹതകളെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അന്വേഷണം. അത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചില വ്യക്തമായ താല്പര്യങ്ങളുടെ പുറത്ത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ പശ്ചാത്തലവും അവരുടെ ചില ഇടപെടലുകളും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ഏജൻസി, CBI പോലുള്ള ഏജൻസി ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലാത്ത രീതിയിലേക്കുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. അതിനോടാണ് ഈ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് ആ കുടുംബത്തിന്റെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ എന്തിനാ CPM ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? PP ദിവ്യ വേവലാതിപ്പെട്ട പിന്നെ മനസ്സിലാക്കാം. കാരണം ആ കാര്യത്തിൽ നിലവിലൊരു പ്രതിയായി നിൽക്കുന്ന ഒരാളാണ് PP ദിവ്യ. തന്റെ മറ്റ് ഇടപാടുകളോ PP ദിവ്യയുടെ ബിനാമി ഇടപാടുകളോ അതിന്റെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചു പോകുമെന്നുള്ള വേവലാതി PP ദിവ്യക്ക് ഉണ്ടാകാം. CPM-നും CPI നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ MP ജയരാജൻ തൊട്ട് KK രാഗേഷ് മുതൽ ഗോവിന്ദ മാഷ് വരെയുള്ള മുഴുവൻ നേതാക്കൾ എന്തിനാണ് ഇതിനകത്ത് വേവലാതിപ്പെടുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശാന്തൻ. ആരുടെ ബിനാമിയാണ് യഥാർത്ഥത്തിൽ പ്രശാന്തൻ? പ്രശാന്തന്റെ പിന്നിൽ ആരാണ്? ആ പിന്നിലുള്ള ആളുകളുമായി CPI നേതാക്കൾക്കുള്ള ബന്ധം എന്താണ്? ആ CPI നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ ഉൾപ്പെടെ ഭയപ്പെടുന്നത്? ഇതിലെ സാമ്പത്തിക ഉറവിടം എവിടെയാണ്? ആ ഉറവിടം ആയിട്ടുള്ള പണം ഏത് വകുപ്പിൽ ലഭ്യമായിട്ടുള്ളതാണ്? അങ്ങനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ ബോധ്യം നല്ലവണ്ണം CPI നേതാക്കൾക്കും ഉണ്ട്. അണിയറയിൽ എന്തൊക്കെ കഥകൾ നടന്നു? ഒരു വ്യാജ പരാതി ഈ പറഞ്ഞ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നില്ലേ? ഈ പറഞ്ഞ നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കാൻ വേറെയും ചില മൊഴികളും ചില കെട്ടുകഥകളും ഉൾപ്പെടെ ഇവരുണ്ടാക്കിയില്ലേ? അങ്ങനെ എന്തൊക്കെ പരിശ്രമങ്ങൾ സാധാരണഗതിയിൽ CPM നടത്തുന്ന പരിശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഇപ്പോ ഇടത് സഹയാത്രികയും പറയുകയുണ്ടായി, ഞങ്ങൾ പേടിച്ചു പോയതൊന്നുമല്ല, ഞങ്ങൾ ഇതിനെയൊക്കെ അതിന്റെ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. പണ്ട് മറ്റേ സിനിമയിൽ വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഡയലോഗായിട്ട് മാത്രമേ എനിക്ക് അതിനെ തോന്നുള്ളൂ. അത്രയും നാണം കെട്ട അപഹാസ്യരായി നിൽക്കുകയാണ് CPM. ആകെ തോറ്റ് ഈ പറഞ്ഞ കേരളം മുഴുവൻ തിരിച്ചടി നേരിട്ട് നിൽക്കുമ്പോഴും ഇവരുടെ ആ ഒരു തൊലിക്കെട്ടിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി വഴിയില്ല. ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പോലും എന്തിനാ? ഞങ്ങൾക്ക് ഇതിനകത്ത് ഭയപ്പെടാനില്ല. CBI ഏത് ഇന്റർപോൾ വന്ന് അന്വേഷിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് വേറെ പ്രയാസമില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും മറക്കാനില്ല എന്ന് എന്തുകൊണ്ട് CPM ഈ ഒരു കേസിൽ പോലും പറയാൻ പറ്റുന്നില്ലെന്നേ? ഒരു രാഷ്ട്രീയ കൊലപാതകവും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേതെങ്കിലും വിഷയമല്ലല്ലോ. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ എന്ന് ഇപ്പൊ പറയുന്ന ഈ പറഞ്ഞ എല്ലാ തരത്തിലും നിലവിൽ ആത്മഹത്യ എന്ന് കരുതപ്പെടുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതിൽ പോലും ഒരു അന്വേഷണത്തെ എന്തിനാ CPM ഇത്ര ഭയപ്പെടുന്നത്? ആ കുടുംബത്തെ എന്തിനാ CPM ഇത്ര ഭയപ്പെടുന്നത്? ആ കുടുംബത്തിന് ആശങ്കകൾ ചൂണ്ടിക്കാണിക്കുമ്പോ അവര് പറഞ്ഞല്ലോ ഇൻക്വസ്റ്റ് നടപടിയിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എന്തിനാ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എത്തുന്നതിന് മുമ്പ് നടത്തി? ചോദ്യങ്ങളല്ലേ? കോടതിക്ക് ഉൾപ്പെടെ അത് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ തുടരന്വേഷണം ആവശ്യപ്പെട്ടത്? PP ദിവ്യയെ സമഗ്രമായി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കോൾ ഡാറ്റ റെക്കോർഡിംഗ്സ് അല്ലേ ഇവരെടുത്ത് കേസ് ഡയറിയിൽ ചേർത്തത്? അദ്ദേഹത്തിലുള്ള പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയിട്ടല്ലേ കോടതി തുടരന്വേഷണത്തിൽ ഉത്തരവിട്ടത്? മതിയായ സാക്ഷികൾ ഉണ്ടായില്ല, അതേ ആളുകളെ വിസ്തരിച്ചിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലേ അത്തരം നടപടികളിലേക്ക് കോടതി ഉൾപ്പെടെ കടന്നത്? എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ ഉണ്ട്, ചില ദുരൂഹതകൾ ഉണ്ട്. അത് മറനീക്കി പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം. അതിനിപ്പോ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ കേരളം ഭരിക്കുന്ന UDF ആണ്. UDF ഭരിക്കുമ്പോൾ എന്തിനാണ് CBI കൊണ്ടുവരുന്നത് എന്ന രീതിയിലുള്ള ചോദ്യം കൂടെ വരും. ഞങ്ങൾ ആ ചോദ്യം പ്രതീക്ഷ തന്നെയാണ്. അവിടെയാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്ന ആളുകൾ ഇപ്പോ രത്നകുമാറിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, CPM-ന്റെ കൗൺസിലറായിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്നത്. ആ രീതിയിലേക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നാളെ ഈ കേസ് ഇപ്പൊ സ്റ്റേറ്റ് പോലീസ് തന്നെ അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ കണ്ടെത്തി ഉന്നതരായ CPI നേതാക്കന്മാരെയൊക്കെ പിടിച്ച് അകത്തിടേണ്ടുന്ന അവസ്ഥ വന്ന് അന്നേരം ഇവര് പറയും എന്താണ് ഇതാ കോൺഗ്രസ് രാഷ്ട്രീയ പകപോക്കലിന് സ്റ്റേറ്റ് പോലീസിനെ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ഞങ്ങളെ വേട്ടയാടിയത്. വളരെ കൃത്യമായ കുടുംബം തുടക്കം മുതൽ ആവശ്യപ്പെട്ട ഗോവിന്ദ മാഷും സംസ്ഥാന സർക്കാരും CPM ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എതിർത്ത അതേ ആവശ്യം CBI അന്വേഷണം എന്ന ആവശ്യം വളരെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ആ ഉത്തരവാദിത്തം നിർവഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോ
പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളും പുറത്തു വരും. ഈ പറഞ്ഞ ഇതിന്റെ പിന്നിലുള്ള സമുന്നതരായ അതിന്റെ വിശദാംശങ്ങൾ വരുമ്പോ വഴിയെ പുറത്ത് വരും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. കൃത്യമായ ചില ബോധ്യങ്ങളുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെയാ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ കാടടച്ച് വെടിവെക്കുന്നതല്ല. നേരത്തെയും ചില കൃത്യമായ തെളിവുകളുടെയും സൂചനയുടെ അടിസ്ഥാനത്തിൽ അക്കാര്യം ഞാൻ ഉൾപ്പെടെ പൊതുമധ്യത്തിലും മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ സമുന്നതനായ CPM നേതാവ് പ്രതിക്കൂട്ടിലേക്ക് വരുന്ന, CPM നേതാവിന്റെ കുടുംബാംഗങ്ങൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ഒരു വിഷയമായി ഈ നവീൻ ബാബുവിന്റെ മരണവും അതിന്റെ പിന്നാമ്പുറങ്ങളും മാറാൻ വേണ്ടി പോവുകയാണ്. അത് കേരളം കാണും. ശരി, ശ്രീജിത്ത് പണിക്കർ, അപ്പോൾ CBI വരികയാണെങ്കിൽ ഏത് തലത്തിലേക്ക് ഈ കേസ് പോകും എന്നത് തന്നെയാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു നിർത്തുന്നതും അവിടെയാണ്. കണ്ണൂർ ജില്ലയിലെ പല പ്രമുഖ നേതാക്കളിലേക്കും വിരൽ ചൂണ്ടുന്ന പല സാഹചര്യങ്ങളും ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പുറത്തു വരാൻ പോവുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇവിടെ ഇപ്പോൾ ഏക പ്രതി PP ദിവ്യ മാത്രമാണ്. എന്തിന് ദിവ്യ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നതിൽ തുടങ്ങുന്ന സംശയമാണ്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തിയതാണ്. പരാതി നൽകിയെന്ന് പറയുന്നു. പക്ഷേ അത് തട്ടിക്കൂട്ടിയ പരാതി അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തു വന്നതിന് ശേഷം സമർപ്പിച്ചതാണ് എന്നതാണ് പറയുന്നത്. അതിന്റെ ഡോക്കറ്റ് നമ്പറോ തെളിവോ ഒന്നും തന്നെ പുറത്തു കാണിക്കാൻ ഇല്ലായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ എത്തിയ പരാതിക്ക് പിന്നിലൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ മാനം എത്രമാത്രം വലുതാണ്? രേണു, ഇത് വളരെ നീതിപൂർവമായിട്ട് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടുന്ന ഒരു കേസ് തന്നെയാണ്. ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ബയാസ് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBIയോട് രാഷ്ട്രീയമായിട്ട് പോലും ആർക്കും ഉന്നയിക്കാനായിട്ടുള്ള ഗ്രൗണ്ട്സ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതിൽ BJP ഒരു കക്ഷിയായിട്ട് അവിടെ കാണുന്നില്ല. പിന്നെ CPMന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ആൾക്കാരാണ് എന്നതുകൊണ്ട് മാത്രം നമുക്കങ്ങനെ എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കും ഒരു ഏജൻസിയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്ക് പറയേണ്ടി വരും, വിമർശനത്തിനെ മാത്രം ഭയന്നിട്ടാണ് എങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര സർക്കാരല്ല, കോൺഗ്രസിന്റെ കൺട്രോളുള്ള CBI അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിഷ്പക്ഷമായിട്ട് തന്നെ അന്വേഷിക്കപ്പെടേണ്ടുന്ന ഒരു കേസാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ദിവ്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം തന്നെ തങ്ങളുടേതായിട്ടുള്ള പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്ക് സ്വീകരിച്ച് ഇതിനെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി CPM ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള എലിമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് അവർ ഇതുവരെയും മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്നത് പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത, ഗവൺമെന്റുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കാര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള കുറേയധികം അഴിഞ്ഞാട്ടം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെയാണ് ദിവ്യയുടെ കേസിൽ ദിവ്യയ്ക്ക് ചെയ്തിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് ഈ CPMകാർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനി CPMനെ വളരെ വിശ്വാസമുള്ള കേരള പോലീസ്, മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന സമയത്തുള്ള കേരള പോലീസ് ഇത് അന്വേഷിച്ചതിന് ശേഷവും കണ്ടെത്തിയിരിക്കുന്ന തീരുമാനത്തിലെങ്കിലും അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനിയുമെങ്കിലും ദിവ്യയെ ന്യായീകരിക്കാനായിട്ട് അവർ വരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ പറഞ്ഞിരുന്നത് എന്താണ്, അവരുടെ കണ്ടെത്തൽ എന്താണ്, ദിവ്യയാണ് ഇതിലെ ഒരേ ഒരു പ്രതി. ദിവ്യയുടെ ആ ഒരു പ്രസംഗം, ആ ഒരു സമയത്തുണ്ടായിരുന്ന അവരുടെ ആ സെൻഡ് ഓഫ് ചടങ്ങിലുണ്ടായിരുന്ന അവരുടെ ഇടപെടൽ, അവരുടെ വാക്കുകൾ, അതൊക്കെ തന്നെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കൂടുതൽ ആൾക്കാരും അതിലേക്കാണ് എത്തുന്നത് എങ്കിൽ CPMനും അങ്ങനെ തന്നെയുള്ള ഒരു നിലപാടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദിവ്യനെ ഡിഫെൻഡ് ചെയ്യാൻ വരില്ല എന്ന് പറയണം. അത് പറയാനും ഇവർക്ക് കഴിയുന്നില്ല എന്നേ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ചിന്തിക്കുന്നത് തന്നെ ഇതിലെ പ്രതി മറ്റേ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന കേസിൽ വീണയാണെന്നോ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കേസിൽ ദിവ്യയാണെന്നോ ഉള്ള ചിന്തയല്ല ഇവർക്കുള്ളത്. പ്രതി പാർട്ടിയാണ് എന്നിവർ പറയുകയാണ്. അഥവാ ഇവരുടെ കുറ്റസമ്മതമാണ്, മൗനസമ്മതമാണ്, പ്രതി പാർട്ടിയാണ് എന്നവർ നമ്മളോട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ശ്രീ രാജേഷ്, ഈ ചർച്ചയിലുള്ള ഇടത് പ്രതിനിധി, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ ഇരട്ട നിലപാട് കാണിക്കുന്നുവെന്ന്. എന്ത് ഇരട്ട നിലപാടാണ്? ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ മരണമുണ്ടായ ആദ്യത്തെ രാത്രി മുതൽ ഈ വിഷയത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും സമയത്ത് എന്റെ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയൻസ് ഉണ്ടായതായിട്ട് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ആദ്യ സമയം മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണ്. ആദ്യത്തെ മാസം കഴിയുമ്പോഴാണ് തിരിച്ചറിവ് ആ കുടുംബത്തിനുണ്ടാകുന്നത്. ആദ്യത്തെ ഒരു മാസം ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ശുഭപ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മുതൽ അവർക്ക് ഈ അന്വേഷണത്തിനോട് മെല്ലെ മെല്ലെ എതിർപ്പുണ്ടാകുന്നു. ആ എതിർപ്പ് പിന്നീട് ശക്തമായിട്ട് വരുന്നു. പിന്നെ ഇവിടെ രത്നകുമാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതെങ്കിലും നിയമത്തിന്റെ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നു. നിയമത്തിന്റെ തടസ്സമില്ല. ശ്രീ പ്രശാന്ത് ഇവിടെ നിയമവശം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നൈവായിട്ട് നിയമവശത്തിനെ മാത്രം പറയുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നൈവായിട്ട് ഇവിടെ പറയുന്നത് ശ്രീ രാജേഷ് തന്നെയാണ്. രത്നകുമാറിന് ഇതിലെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല.
അദ്ദേഹം പിന്നെ ഇലക്ഷനിൽ റിട്ടയർ ചെയ്തതിന് ശേഷം മത്സരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള നിയമ തടസ്സവും ഇല്ല എന്ന് പറയുമ്പോൾ താങ്കൾ ഓർക്കേണ്ടത് SIT ഫോം ചെയ്യുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 ദിവസമാകുമ്പോഴാണ്. അതിനുശേഷം ഏതാണ്ട് 2-3 ദിവസം കിട്ടിയതിനു ശേഷവും രത്നകുമാർ ഉൾപ്പെട്ടിരിക്കുന്ന SITക്ക് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേരള പോലീസിന്റെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കേസ് അന്വേഷിക്കുമ്പോൾ 13 ദിവസം ദിവ്യ ഒളിവിലായിരുന്നു. അതിനുശേഷം അവർ വന്ന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ മഹാനായ ഉദ്യോഗസ്ഥൻ ACP രത്നകുമാർ അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇതിൽ പ്രതിയായിട്ടുള്ള ദിവ്യയുടെ പക്കൽ എത്ര ഫോൺ ഉണ്ടെന്ന് പോലും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് സാർ? അവരുടെ ഔദ്യോഗിക ഫോണിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അതിന്റെ കോൾ റെക്കോർഡ്സ് അവർ വെരിഫൈ ചെയ്തിട്ടില്ല. ഡേറ്റ കളക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. CDRകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പൂർണ്ണമായും എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എക്സാക്ട്ലി. നോക്കൂ, ഇതിലെ ബാങ്ക് റെക്കോർഡ്സ് പറയുന്നു ഈ 1 ലക്ഷം രൂപ വന്ന വഴി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടില്ല. തമ്മിലുള്ള മീറ്റിംഗ് നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട CCTV ഫുട്ടേജിന്റെ വെരിഫിക്കേഷൻ പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. ഇങ്ങനെ പിന്നീട് പിന്നെ വേറൊരു ഡേറ്റ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടില്ല. നല്ല ബെസ്റ്റ് അന്വേഷണമാണ് സാർ, നല്ല ഒന്നാന്തര അന്വേഷണമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ പറയുന്ന കാര്യം നമ്മളും യോജിക്കുകയാണ്. പ്രതി ദിവ്യയല്ല, പ്രതി പാർട്ടിയാണ് സാർ, പ്രതി പാർട്ടിയാണ്. ശരി, ശ്രീ രാജേഷ്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 30 സെക്കൻഡ് പെട്ടെന്ന്. കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് ഇപ്പോൾ CBIക്ക് മുഹമ്മദ് ഷമാസൊക്കെ പറഞ്ഞല്ലോ CBI എന്തൊക്കെ അന്വേഷിക്കണം, ഇവിടെ ഭയങ്കര നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇദ്ദേഹം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CBIക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല പിന്നെ എന്ത് പറയാൻ അതിനെക്കുറിച്ച്? പ്രതി പാർട്ടിയാണ്. പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ടെന്ന്. CBI വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് അതിന് CBI വരുന്നതിന് ഉള്ള വിയോജിപ്പുകൾ, അതിൻ്റെ വിമർശനങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞത് അല്ലാതെ അതിക്കുള്ള പറയാനില്ല. അതിക്കുള്ള പാർട്ടിയെ പാർട്ടിയാണ് ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ നിന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് കൺക്ലൂഡ് ചെയ്യാണ് അല്ലേ? ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഇതാണ് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് മനസ്സിലായി. നിങ്ങളുടെ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയങ്ങൾ മുഴുവൻ ഇതെല്ലാം നിഷ്കളങ്കമായി ഇതെല്ലാം നടക്കുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? CBI ഒക്കെ കൂട്ടിലടച്ച കളികൾ തന്നെയാണ്, ഒരു സംശയമില്ല. അതിനെ CBIനെ വിമർശിക്കും. ശരി, എന്തായാലും നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം CBI വരുമോ എന്നതാണ്. വരും എന്ന് പ്രതീക്ഷിക്കുന്നു 92% പേർ, അല്ല എന്ന് പറയുന്നത് 5% പേർ മാത്രം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.